ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ നമ്മൾ ചെയ്തെടുക്കുന്നത് ഇതുപോലുള്ള നീളമുള്ള ബസ്മതി റൈസ് വെച്ചിട്ടാട്ടോ. അപ്പോൾ ആദ്യം റൈസ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്താൽ മതിയാവും. സാധാരണ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ വെജിറ്റബിൾസ് കുറച്ച് എടുത്തേക്കുന്നത്, കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഏകദേശം എല്ലാം 1 കപ്പ് അളവിൽ കാണും. പിന്നെ അത്യാവശ്യം വലിയൊരു സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, ക്യാബേജ്, പിന്നെ ബീൻസാണ് ഞാൻ എടുത്തേക്കണം. പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിലേക്കുള്ള അരിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ, നമ്മൾ വേവിച്ച് ഊറ്റിയെടുക്കുന്നത് കാരണം. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് നമ്മൾ ചോറ് വേവുമ്പോൾ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരല്പം മുന്തി നിൽക്കണം, എന്നാൽ മാത്രമാണ് ചോറ് വെന്ത് വരുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഉപ്പ് ഫീൽ ചെയ്യുള്ളൂ. പിന്നെ ഞാനതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് വേറെ ഒന്നിനുമല്ല, നമ്മളുടെ ചോറൊക്കെ വെന്ത് വരുമ്പോൾ ഒന്ന് സ്റ്റിക്കി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനതിവിടെ സോക്ക് ചെയ്ത് റൈസൊക്കെ വെള്ളമൊക്കെ ഊറ്റിയിട്ട് അതിലേക്ക് മാറ്റാണ്. അപ്പോൾ ഇനി ചോറ് തിളക്കുന്ന സമയം കൊണ്ടിട്ട് നമുക്ക് ബാക്കി ഇതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളിത് ഓയിലാണ് കേട്ടോ ചെയ്യുന്നത്, സൺഫ്ലവർ ഓയിലിൽ. ഞാനതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ നേരത്തെ എടുത്ത് വെച്ചതിൽ നിന്ന് സവാള ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സവാളയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയേക്കാം. സവാള ഒരു പകുതി വേവാകുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും ഇതുപോലെ ചെറുതായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രഷ് ഗ്രീൻ പീസ്, മറ്റേ നല്ല ഗ്രീൻ കളറിലുള്ള ഗ്രീൻ പീസ് കിട്ടുമല്ലോ, ഫ്രോസൺ ആയിട്ടുള്ളത്, അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഇട്ടാൽ മതി. അതാകുമ്പോൾ കുറച്ചുകൂടെ കളർഫുള്ളായിരിക്കും. ഇപ്പോൾ ഞാൻ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രീൻ പീസ് വേവിച്ചെടുത്തേക്കുന്നതാണ് കുറച്ച് കളർ ഫെയ്ഡാണ്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് നമ്മളുടെ ഈ വെജിറ്റബിൾസിനൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരുപാടൊന്നും വഴറ്റി കളയരുത്. ഒരു പകുതി വേവിലാണ് നമ്മളെപ്പോഴും ഇതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ചോറൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാണ്ട് അങ്ങോട്ട് വെന്ത് പോകരുത്, എന്നാൽ 1/4 വേവ് കഴിയുകയും വേണം. ആ ഒരു രീതിയിൽ വേണം കേട്ടോ നമുക്ക് ഇതിൽ നിന്ന് ഈ ചോറ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരുപാട് കുക്ക് ചെയ്യണമൊന്നുമില്ല, അതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ സോയ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1-1.25 വരെയൊക്കെ ചേർക്കാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തേക്കാം. മിക്സ് ചെയ്തിട്ട് ഇനി അധികം പണിയൊന്നുമില്ല. നമ്മൾ നേരത്തെ വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള റൈസ് 2 പാർട്ടായിട്ടാട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം അത് വേറെ ഒന്നിനുമല്ല, മിക്സ് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മിക്സ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, കാരണം നമ്മളുടെ ഈ ചോറ് പൊടിഞ്ഞു പോകരുത് കേട്ടോ. ഇപ്പോൾ ഒരുപാട് വെന്തിട്ടുള്ള ചോറാണെന്നുണ്ടെങ്കിൽ ആകെ കുഴഞ്ഞ് ഫ്രൈഡ് റൈസ് കുളമായി പോവും. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ സൂക്ഷിച്ചു മിക്സ് ചെയ്യുക. ഒരുപാട് ചോറിനായിട്ട് ഇടങ്ങേറാക്കാതെ, പൊടിഞ്ഞു പോകാതെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പോൾ ഏകദേശം 1ാമത്തെ പാർട്ട് ഞാനിതുവരെ നന്നായിട്ടൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഒരു പാർട്ടും കൂടെ ഇതുപോലെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2ാമതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ പറ്റിയത് സ്പ്രിങ് ഓണിയനാണ്. സ്പ്രിങ് ഓണിയൻ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഈ ഒരു സമയത്ത് അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ വേണ്ട, വിട്ട് കളഞ്ഞേക്കാം. അപ്പോൾ ഞാനിവിടെ അതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ കൊണ്ടിട്ട് തന്നെ ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വെജ് ഇഷ്ടപ്പെടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ വളരെ ഇഷ്ടമാവും കേട്ടോ ഈ ഒരു റെസിപ്പി. ഇതിൻ്റെ കൂടെ ഗോബി മഞ്ചൂരിയൻ, നമ്മൾ ഈ കഴിഞ്ഞ ദിവസം സോയ മഞ്ചൂരിയൻ്റെ റെസിപ്പിയൊക്കെ ചെയ്തിരുന്നു, അതൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പേജ് ലൈക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി റെസിപ്പീസുമായിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.